Hi all, welcome to Positive Vibes. ഫസ്റ്റ് ഡേ ഓഫ് ഹെൽത്ത് ചാലഞ്ച്. അപ്പോൾ ഈ ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഉണ്ടായേക്കാവുന്ന ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചൊരു വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കമൻറ്റിൽ കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് കാണുക. അതിനുശേഷം ഈ ഫസ്റ്റ് ഡേ ചാലഞ്ച് ചെയ്യാം. അപ്പോൾ ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഫ്രഷായിട്ടൊക്കെ വന്ന ശേഷം നിങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടാവും. ചായ നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഡ്രിങ്കാണ് അല്ലേ? തേയിലയായിട്ട്, കാപ്പിയായിട്ട്, ചായയായിട്ട് ഒക്കെ കുടിക്കാറുണ്ട്. ബട്ട് അത് ഹെൽത്തിനത്ര നല്ലതല്ല, ഒരു അഡിക്ഷനാണ്. അത്രയും നേരം നമ്മൾ ഉറങ്ങിക്കിടന്നിട്ട് ആ ഒരു ക്ഷീണം ഉണ്ടാവുമല്ലോ, അത് ഓവർകം ചെയ്യാനായിട്ട് പെട്ടെന്നൊരു സഡൻ എനർജി കൊടുക്കുന്ന കാര്യങ്ങളാണ് ഈ ചായയും തേയിലയൊക്കെ. പെട്ടെന്നൊരു എനർജി കിട്ടും ഒക്കെയാണ്, ബട്ട് അത് ഹെൽത്തിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കും. കൂടുതലും നമ്മുടെ ബോണിനെ അത് ബാധിക്കും. ബോണിൽ കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ടുവരും. ബോണ് തേയ്മാനം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ അഡിക്ഷൻസ് നമ്മുടെ ഈ ജേണിയിൽ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഒഴിവാക്കി മുന്നോട്ട് പോയാലേ മതിയാവും. ഓക്കെ. അപ്പോൾ രാവിലെ നിങ്ങൾ ഒന്നുകിൽ തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം കരുതി വയ്ക്കുക, രാവിലെ കുടിക്കാനായിട്ട്. രാത്രി തന്നെ കരുതി വയ്ക്കുക. എന്തെങ്കിലും ദാഹശമനിയോ കരിങ്ങാലിയോ എന്തെങ്കിലും ഇട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കുമല്ലോ, അങ്ങനെ തണുപ്പിച്ച വെള്ളം രാവിലെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മഴയൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഭയങ്കര തണുത്തിരിക്കുകയാണോ ഉള്ളതെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അത് കുടിക്കുക. ഒരുപാട് ചൂടാക്കേണ്ട ആവശ്യമില്ല. അതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവായിട്ടിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ തലവേദനയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ജിഞ്ചർ ടീ ഉണ്ടാക്കി കുടിക്കാം. സാധാരണ നമ്മൾ ചായ ഇടുന്ന പോലെ തന്നെ വെള്ളം തിളപ്പിക്കുക, അതിൽ വളരെ കുറച്ച് ജിഞ്ചർ സ്ലൈസ് ചെയ്തിട്ട് തിളപ്പിച്ച് അത് കുടിക്കുക. ഓക്കെ. അതല്ല, എന്തെങ്കിലും സ്റ്റൊമക്ക് പെയിൻ ഉണ്ട്, ഗ്യാസ് പ്രോബ്ലം ഉണ്ട്, അതല്ലെങ്കിൽ ഈ നമുക്ക് ദഹനക്കേടുണ്ട്, ദഹിക്കുന്നില്ല കഴിക്കുന്ന ആഹാരം എന്നൊക്കെ ഉണ്ടെങ്കിൽ പെപ്പർമിൻറ്റ് ടീ ഉണ്ടാക്കി കുടിക്കുക. വെള്ളത്തിൽ കുരുമുളകും മിൻറ്റ് ലീവ്സും ഇട്ട് തിളപ്പിച്ച് അത് കുടിക്കാം. അല്ലെങ്കിൽ വെറുതെ മിൻറ്റ് ലീവ്സ് മാത്രം ഇട്ട് തിളപ്പിച്ചും കുടിക്കാം. ഇതൊന്നുമല്ല, ഇങ്ങനൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ട്രൈ ചെയ്യാവുന്നത് ടർമറിക് ടീ ആണ്. സെയിം തന്നെയാണ്, ജിഞ്ചറിന് പകരം നമ്മൾ ടർമറിക് യൂസ് ചെയ്യുന്നു. അത് ഫ്രഷ് ആയിട്ടുള്ള ടർമറിക്ക് സ്ലൈസ് ചെയ്ത് വളരെ കുറച്ചിട്ടാൽ മതി, അത് തിളപ്പിച്ച് കുടിക്കുക. അതല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് സാഫ്രൺ യൂസ് ചെയ്യാം. കുങ്കുമപ്പൂവ് കുറച്ചിട്ട് വെള്ളം തിളപ്പിച്ച് അത് കുടിക്കാം. ഇതുമല്ല എങ്കിൽ നമുക്ക് ഗ്രീൻ ടീ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗ്രീൻ ടീ ഒക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ, ഗ്രീൻ ടീ സാഫ്രോണൊക്കെ എല്ലാവർക്കും പറ്റില്ല. പക്ഷേ ടർമറിക് ടീയും പെപ്പർമിൻറ്റ് ടീ അല്ലെങ്കിൽ മിൻറ്റ് ടീ, ജിഞ്ചർ ടീ ഒക്കെ എല്ലാവർക്കും കുടിക്കാവുന്നതേ ഉള്ളൂ. അത് ഇപ്പോൾ നമുക്ക് ചൂടായിട്ട് എന്തെങ്കിലും കുടിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ തലവേദനയാണെങ്കിൽ ജിഞ്ചർ ടീ കുടിക്കുക. അല്ല വയറിനാണ് പ്രശ്നമെങ്കിൽ പെപ്പർമിൻറ്റ് ടീയോ മിൻറ്റ് ടീയോ, എന്താണോ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ അതനുസരിച്ച് ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ജേണിയിൽ ഒരുപാട് ഇമോഷണലി നമ്മൾ അൺസ്റ്റേബിൾ ആകും. നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റി കിട്ടാതെ വരും. നല്ല സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നമ്മളായിരിക്കും. പെട്ടെന്ന് ഒരു ഫുൾ മൂണോ ഹാഫ് മൂണോ ഒക്കെ വരുമ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ട് പോകും. അപ്പോൾ ഏത് സമയത്താണ് ചിന്തകൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇമോഷണലി നമ്മൾ അൺസ്റ്റേബിളായി പോകുമ്പോൾ ഭയങ്കരമായിട്ട് ആങ്സൈറ്റി, അയ്യോ എന്താകും എന്നൊക്കെ ഉള്ളൊരു ആങ്സൈറ്റി നമ്മുടെ ജീവിതത്തിലോ ഈ ജേണിയിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ട്രിഗേഴ്സ് കൗണ്ടർ പാർട്ട് തരികയോ അല്ലെങ്കിൽ കാർമിക്സ് തരികയോ ചെയ്യുമ്പോൾ നമ്മൾ അതിനൊക്കെ റിയാക്റ്റ് ചെയ്യുന്നു. നമുക്ക് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, ഓവർ റിയാക്റ്റ് ചെയ്യുന്നു കൂടുതലും. ഓക്കെ. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നമ്മുടെ മൈൻഡൊന്ന് സ്റ്റേബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ട്രിഗേഴ്സ് കിട്ടുമ്പോഴുള്ള റിയാക്ഷൻ ഓൾറെഡി എന്തായാലും ഉണ്ടാകും, അതൊന്ന് റെഡ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് പ്രാണായാമ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡെയിലി 10 മിനിറ്റ്സ് എങ്കിലും പ്രാണായാമം ചെയ്യാം. അപ്പോൾ പ്രാണായാമം ചെയ്യുമ്പോൾ അതൊരു ബ്രീത്തിങ് എക്സസൈസാണ്. അപ്പോൾ ഓക്സിജൻ നന്നായിട്ട് ഇൻടേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് അത്രയും ബെനിഫിഷ്യലാണ്.
അപ്പോൾ ഓക്സിജൻ നന്നായിട്ട് ഇൻടേക്ക് ചെയ്ത് പ്രാണായാമം ചെയ്യണമെങ്കിൽ നമ്മുടെ ലങ്സ് പ്രോപ്പർലി വർക്കിംഗ് ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലങ്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ജിഞ്ചർ, ടർമറിക്, ഓക്കെ, അതുപോലെ തന്നെ ഗാർലിക്. ഈ ജിഞ്ചറും ടർമറിക്കും ഗാർലിക്കൊക്കെ നമ്മൾ കൂടുതലും നമ്മൾ കറികളിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ടീ ആയിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. അതുപോലെ ടൊമാറ്റോ, ബീട്രൂട്ട് ഇതും നമ്മൾ കറികളിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതല്ലാതെ നമ്മൾ ഡെയിലി എന്നും യൂസ് ചെയ്യാത്ത കാര്യങ്ങൾ രണ്ടെണ്ണേ ഉള്ളൂ. ആപ്പിളും ലീഫി ഗ്രീൻസും. ഓക്കെ, ആപ്പിൾ വാങ്ങി കരുതി വെച്ച് അത് കഴിക്കുക. ഓക്കെ, അതുപോലെ ഗ്രീൻ ലീവ്സ് ഓരോ ദിവസം ഓരോ വെറൈറ്റി ഗ്രീൻ ലീവ്സ് ആയിട്ട് ട്രൈ ചെയ്യുക. അതെങ്ങനെയാണോ നമുക്ക് കറികളിലായിട്ട് ഉൾപ്പെടുത്തുക. ഓക്കെ, കൂടുതലും ഗ്രീൻ ലീവ്സും ആപ്പിളും ഒക്കെ കഴിച്ച് നമ്മുടെ ലങ്സിനെ കൂടുതലൊന്ന് ബെറ്ററാക്കി, ഹെൽത്ത് ബെറ്ററാക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഡെയിലി നിങ്ങൾ പ്രാണായാമം ചെയ്യുക. അപ്പോൾ ഒരു മെൻ്റലി ഒരു സ്റ്റെബിലിറ്റി കിട്ടും. ഓക്കെ, നമുക്ക് ഏത് സാഹചര്യത്തിലും സ്റ്റേബിളായിട്ട് പീസ്ഫുള്ളായിട്ട് നിൽക്കാനായിട്ട് സാധിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ജേണിക്ക്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഉറക്കത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതായത് ഉറക്കം കറക്റ്റ് ആകുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് മുന്നേ പെപ്പർമിൻറ്റ് ടീ അല്ലെങ്കിൽ മിൻറ്റ് ടീ കുടിച്ചിട്ട് കിടന്നുറങ്ങുക. നല്ല ഉറക്കം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ രാവിലെയുള്ള ഡ്രിങ്ക്സിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ തമാശയായിട്ടെന്നല്ല, സീരിയസ് ആയിട്ട് തന്നെ ഇതെടുക്കണം. ഇതൊരു അഡിക്ഷനാണ്. നമുക്ക് ഇത്തരത്തിലുള്ള അഡിക്ഷൻസ് എല്ലാം ഒഴിവാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ജേണിയിൽ സക്സസ്ഫുള്ളായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഒരു അഡിക്ഷൻസിനും നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയരുത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു അഡിക്ഷൻ മാറ്റാം. ഈ ഫോൺ പോലും ഒരു അഡിക്ഷനാണ്. എപ്പോഴും ഇങ്ങനെ ഫോൺ കണ്ടിരിക്കുന്നത്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കുന്നത്, ലേസിനെസ്, ഇതൊക്കെയും അഡിക്ഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങാം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഇനി മാറ്റാൻ കിടക്കുന്നു. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാറ്റി കൊണ്ടുവരാം. നമ്മൾ എല്ലാ തരത്തിലും ഒരു എന്താ പറയുക, ഫിസിക്കലി, മെൻ്റലി, നമ്മുടെ സോൾ ലെവലിൽ വ്യക്തി പ്യുവർ ആകേണ്ടതുണ്ട്. ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോമിൽ ആകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ ജേണി കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതൊക്കെയും ഒരുപാട് കാര്യങ്ങളുണ്ട് മുന്നോട്ട് പറയാനായിട്ട്. നമ്മൾ ഇപ്പോൾ ഹെൽത്തിൽ നിന്ന് തുടങ്ങുന്നു എന്ന് മാത്രം. എന്നിട്ട് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഹെൽത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരാഴ്ച ഹെൽത്തിൻ്റെ കാര്യങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോയി നന്നായി ആക്റ്റീവായിട്ട് വന്ന ശേഷം ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കും അതിൻ്റെ തൊട്ടടുത്തതായിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് പോകുന്നത്. അപ്പോൾ കൂടെ തന്നെ ഉണ്ടാവുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് അടുത്ത ചലഞ്ചായിട്ട് ഈ 7 ഡേയ്സിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.